Second question, a team of workers can make 1 kilometer of water canal in 8 days. അതായത് 1 കിലോമീറ്റർ വാട്ടർ കനാൽ 8 ഡേയ്സും കൊണ്ട് എ ടീം ഓഫ് വർക്കേഴ്സ് ഉണ്ടാക്കാനായിട്ട് കഴിയും. സോ ഇൻ 1 ഡേ ദ ടീം ക്യാൻ മേക്ക് ഡാഷ് കിലോമീറ്റർ ഓഫ് വാട്ടർ കനാൽ. അപ്പോൾ 8 ദിവസം കൊണ്ട് 1 കിലോമീറ്റർ വാട്ടർ കനാൽ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഒരു ദിവസം കൊണ്ട് എത്ര കിലോമീറ്റർ വാട്ടർ കനാൽ ഉണ്ടാക്കാനായിട്ട് കഴിയും? ഇഫ് ദേ വർക്ക് 5 days എ വീക്ക് ദേ ക്യാൻ മേക്ക് ഡാഷ് കിലോമീറ്റർ ഓഫ് ദി വാട്ടർ കനാൽ ഇൻ എ വീക്ക്. അപ്പോൾ ഒരു വീക്കിൽ അവർ 5 days വർക്ക് ചെയ്യുകയാണ് എങ്കിൽ ഒരു വീക്ക് കൊണ്ട് എത്ര കിലോമീറ്റർ വാട്ടർ കനാൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 8 days 1 കിലോമീറ്റർ വാട്ടർ കനാൽ ഈ വർക്കേഴ്സിന് ഉണ്ടാക്കാനായിട്ട് കഴിയും. പിന്നെ നമ്മളോട് എന്താ ഒരു ദിവസത്തെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് എത്ര കിലോമീറ്റർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അതേപോലെ ഒരു വീക്കിൽ എത്ര കിലോമീറ്റർ വാട്ടർ കനാൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു വീക്കിൽ അവർ 5 days വർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് സ്റ്റെപ്സ് എഴുതി തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് 8 days എത്രയാണ് വാട്ടർ കനാൽ ഉണ്ടാക്കുന്നത്? 1 kilometer ആണല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് എഴുതാം. വാട്ടർ കനാൽ മെയ്ഡ് ബൈ ടീം ഓഫ് വർക്കേഴ്സ് ഇൻ 8 days ഈസ് ഈക്വൽ ടു 1 kilometer. ഇനി എന്താ, ഒരു ദിവസം എത്ര കിലോമീറ്റർ വാട്ടർ കനാൽ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സോ വാട്ടർ കനാൽ മെയ്ഡ് ബൈ ടീം ഓഫ് വർക്കേഴ്സ്, ഇത് ഞാൻ എഴുതുന്നില്ല, ഇതേ സെയിം സെൻറ്റൻസ് തന്നെയാണ് താഴെ എഴുതുന്നത്. ഇൻ 1 day. മുകളിൽ നമ്മൾ 8 days 1 kilometer ആയിരുന്നു, ഇവിടെ നമ്മൾ 1 day കണ്ടുപിടിക്കണം. അപ്പം 1 day എത്രയായിരിക്കും? 8 days 1 kilometer ആണെങ്കിൽ 1 day കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 1 kilometerനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 1/8 kilometer വാട്ടർ കനാൽ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 5 days എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. The length of water canal made by the team of workers in 5 days. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ നമുക്കറിയാം എത്രയാണ്? 1/8 kilometer ആണ്. അങ്ങനെയാണെങ്കിൽ 5 days കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? 1 day എത്രയാണോ അതിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ 8 days ആയിരുന്നു നമുക്കറിയാമായിരുന്നത്. അപ്പോൾ 1 day കണ്ടുപിടിക്കാൻ വേണ്ടി 1 kilometerനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമുക്ക് 1 day അറിയാം. അപ്പോൾ 5 days കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5 × 1/8 kilometer. എന്ത് വരും? 5 × 1 5, 5/8 kilometer. ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? ഹെൻസ് ദ ടീം ക്യാൻ മേക്ക് 5/8 kilometer of the water canal in 1 week. അപ്പോൾ നിങ്ങൾ 1 week എന്ന് പറഞ്ഞേക്കുന്നത് കൊണ്ട് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദേ വർക്ക് 5 days എ വീക്ക്, ഒരു വീക്കിൽ 5 days വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 കൊണ്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, മഞ്ജു ആൻഡ് 2 of her neighbors buy 5 liters of oil every week and share it equally among the 3 families. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മഞ്ജുവും അവളുടെ 2 നെയ്ബേഴ്സും കൂടെ എല്ലാ വീക്കിലും 5 liters ഓഫ് ഓയിൽ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? അത് 3 familiesനും കൂടെ ഈക്വലി ഷെയർ ചെയ്യും. അപ്പം മൊത്തം വാങ്ങുന്നത് 5 liters ഓഫ് ഓയിലാണ്. എന്നിട്ട് അത് 3 familiesന് ഈക്വലി ഷെയർ ചെയ്യും. അപ്പോൾ ഓരോ ഫാമിലിക്കും എത്രയായിരിക്കും കിട്ടുക? 5 liters ഓഫ് ഓയിൽ 3 ഫാമിലിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 5/3, അതായത് 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അത്രയും ഓയിലായിരിക്കും ഓരോ ഫാമിലിക്കും കിട്ടുക. ഹൗ മച്ച് ഓയിൽ ഡസ് ഈച്ച് ഫാമിലി ഗെറ്റ് ഇൻ എ വീക്ക്? അപ്പോൾ ഓരോ വീക്കിലും ഫാമിലിക്ക് കിട്ടുന്ന ഓയിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഹൗ മച്ച് ഓയിൽ വിൽ 1 family ഗെറ്റ് ഇൻ 4 weeks? അപ്പോൾ 4 weeks ഒരു ഫാമിലിക്ക് കിട്ടുന്ന ഓയിൽ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം?
ഓരോ ഫാമിലിക്കും വീക്കിൽ കിട്ടുന്ന ഓയിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എവരി വീക്കിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കിൽ കിട്ടുന്ന ഓയിലിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെഴുതാം? ദി എമൗണ്ട് ഓഫ് ഓയിൽ ഈച്ച് ഫാമിലി ഗെറ്റ്സ് ഇൻ എ വീക്ക് ഇസ് ഈക്വൽ ടു 5 ലിറ്റേഴ്സ് ഓഫ് ഓയിലാണ്. എത്ര ഫാമിലീസാണ് ഷെയർ ചെയ്യുന്നത്? 3 ഫാമിലീസാണ്. അപ്പോൾ 5/3 ലിറ്റേഴ്സ് ആയിരിക്കും ഒരു വീക്കിൽ ഓരോ ഫാമിലിക്കും കിട്ടുന്നത്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 4 വീക്സിൽ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ഓയിൽ 1 ഫാമിലി ഗെറ്റ്സ് ഇൻ 4 വീക്സ് ഇസ് ഇക്വൽ ടു, അപ്പോൾ നമുക്കിവിടെ 1 വീക്കിലത് കിട്ടി. അപ്പോൾ ഇനി 4 വീക്സിലത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 4 × 5/3 ചെയ്താൽ മതി. 4 × 5 20, 20/3. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണ്? ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്തിട്ട് മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് എഴുതണം. 20/3. 6 3s are 18. 20 - 18 is 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6. നമുക്ക് കിട്ടിയ കോഷ്യൻ്റ് നമ്മൾ ഹോൾ നമ്പറായിട്ട് എഴുതുന്നു. റിമൈൻഡർ 2 ന്യൂമറേറ്ററായിട്ട് എഴുതുന്നു. ഡിവൈസർ 3 ഡിനോമിനേറ്ററായിട്ട് എഴുതുന്നു. അപ്പോൾ 6 2/3 ലിറ്റേഴ്സ് ആണ് ഒരു ഫാമിലിക്ക് 4 വീക്സിൽ കിട്ടുന്നത്. ഓക്കെ.